നാഷണൽ ഫയർ ഡേയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി ബീച്ചിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി. നാഷണൽ ഫയർ സർവീസ് ഡേയുടെ ഭാഗമായി മട്ടാഞ്ചേരി നിലയത്തിൽ രാവിലെ പതാക ഉയർത്തി. പതാക ഉയർത്തൽ ചടങ്ങിൽ മട്ടാഞ്ചേരി നിലയത്തിൽ നിന്ന് മട്ടാഞ്ചേരിയിലെ CD അംഗങ്ങളും ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരും ഉണ്ടായിരുന്നു. വൈകിട്ട് 4 മണിക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതിനുശേഷം മോക്ക് ഡ്രിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പരിപാടിയിൽ മട്ടാഞ്ചേരി നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ ലാൽമോഹൻ, നിഷാദ് എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ നിമ ഗോപിനാഥ് പങ്കെടുത്തു. പരിപാടിയിൽ മോക്ക് ഡ്രിൽ അവതരിപ്പിക്കുന്നതിനായി മട്ടാഞ്ചേരി നിലയത്തിലെ നൂഹോ, മൈമൂന, അലീന, സജിന, മോഹനൻ, അജ്മൽ, ഷാനി, നിബു, ജിജോ, നൌഷാദ്, ഷാഹിദ് കമറു, ഷെരീഫ്, റോയ് എന്നിവരും ഉണ്ടായിരുന്നു. മോക്ക് ഡ്രിൽ വിജയിപ്പിക്കുന്നതിനായി മട്ടാഞ്ചേരി നിലയത്തിലെ മറ്റ് CD അംഗങ്ങളും പ്രവർത്തിച്ചു. ഇതുപോലെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 പ്രാവശ്യം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. 30 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിൽ ശ്വാസം കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വേഗം ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് വന്നാലും വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇത് കൊടുത്തോണ്ടിരിക്കണം, CPR കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഞങ്ങളുടെ ഒരു ആംബുലൻസ് മോക്ഡ്രിൽ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുവാനും ഫയർ ആൻഡ് റെസ്ക്യൂവിനെ കുറിച്ചും സിവിൽ ഡിഫൻസിനെ കുറിച്ചും പരിചയപ്പെടുത്തുവാനും പരിപാടിയിലൂടെ കഴിഞ്ഞു. ഒരാളിപ്പോ വന്നിട്ട് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വീട്ടിലുള്ളാവാം, ജോലി ചെയ്യുന്നവരാവാം, അങ്ങനെയുള്ള സമയത്ത് ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആംബുലൻസ് വരണമെന്നില്ല. എല്ലാവരുടെ വീട്ടിന്റെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിന്റെ മുമ്പിലോ ആംബുലൻസ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ വരുന്നതിനുള്ളിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബേസിക് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നൊരു ബോധവൽക്കരണ ക്ലാസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്കും നമുക്ക് ലൈവ് എക്സാമ്പിൾ തന്നെ കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചിലവോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അഗ്നി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ അണ്ടറിൽ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി സംവിധാനമാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് എല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. അതിൽ നിങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇപ്പം വീട്ടിൽ എത്ര പേർക്ക് അറിയാം ഒരു ഗ്യാസ് സിലിണ്ടർ വരുന്നുണ്ട്, ആ ചീത്തയാണോ, കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഉള്ളതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പോലും എല്ലാ വീട്ടമ്മമാർക്കും അറിയുമെന്ന് ഇല്ല. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ 66 അഗ്നിശമന സേനാംഗങ്ങൾ ബോംബെയിൽ മരണമടഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ 14-ാം തീയതി അഗ്നിശമന ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇത് അഗ്നിശമന സേനാംഗങ്ങളെക്കുറിച്ച് അഗ്നിശമന സേനയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രഥമമായ ലക്ഷ്യം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ ഫയർ സ്റ്റേഷനും നമ്മൾ ഇന്ന് രാവിലെ ഫയർ എഞ്ചിനുകളുടെ ഒരു റാലി നടത്തുകയുണ്ടായി. മട്ടാഞ്ചേരി നിലയത്തിലെ അംഗമായ സഞ്ജുവാണ് പരിപാടി ആസൂത്രണം ചെയ്തത്. പരിപാടിയിൽ മട്ടാഞ്ചേരി നിലയത്തിലെ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡന്മാരായ അനീഷ്, പോസ്റ്റ് വാർഡനായ ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.